കലവൂരിലെ പൊതുമേഖലാ ഔഷധ നിർമ്മാണ കമ്പനി കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് അടച്ചുപൂട്ടലിന്റെ വക്കിൽ പ്രതിസന്ധിക്ക് കാരണം ആരോഗ്യവകുപ്പാണെന്ന ഗുരുതര ആരോപണവുമായി CITU രംഗത്തെത്തി. ആരോഗ്യമേഖലയിലെ അടുക്കള എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ തുടങ്ങിയ ഔഷധ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ഫാർമസ്യൂട്ടിക്സ് എന്ന സ്ഥാപനം. എന്നാൽ ആ സ്ഥാപനം ഇന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. അതിന് കാരണമായി പറയുന്നത് ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയാണ്. മരുന്ന് സംഭരണം നടത്തുന്ന കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനാണ് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന് മരുന്ന് നിർമ്മാണത്തിനായുള്ള ഓർഡറുകൾ നൽകുന്നത്. എന്നാൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഓർഡർ കൊടുക്കാതായതോടെ KSDPയിൽ മരുന്നുൽപാദനം വൻതോതിൽ കുറഞ്ഞു. സ്വകാര്യ മേഖലയിലെ മരുന്ന് നിർമ്മാണ കമ്പനികളുമായി ഒത്തുചേർന്ന KSDPയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണവും ശക്തമാണ്. 2024 മാർച്ച് മാസം കഴിഞ്ഞിട്ട് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ KSDPക്ക് മരുന്നിന് ഓർഡർ തരുന്നില്ല എന്ന് മാത്രമല്ല, KSDPക്ക് തരുന്ന മരുന്നിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ മരുന്നുകളുടെ ഓർഡർ മാത്രമേ തരുള്ളൂ. അപ്പോൾ ഇനിയും മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ KSDPക്ക് ഓർഡർ നൽകുന്നതിന് കാലതാമസം ഉണ്ടായാൽ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ അവിടെ ഏതാനും ഡിപ്പാർട്ട്മെൻറ്റുകളിൽ തൊഴിലില്ല, ഇനി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൂടി തൊഴിലില്ലാതെ വന്നാൽ അടച്ചുപൂട്ടേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ വർഷം കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് മരുന്ന് നൽകിയ വകയിൽ 33 കോടിയിലധികം രൂപ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന് കിട്ടാനുണ്ട്. അത് കൊടുക്കാതിരിക്കുകയും അതിനു പുറമെ ഓർഡർ നൽകാതിരിക്കുകയും ചെയ്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പൊതുമേഖലാ സ്ഥാപനത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നത്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കടക്കം നിവേദനങ്ങൾ നൽകിയിട്ടും ഇതുവരെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും അനുകൂല നടപടികൾ ഉണ്ടായിട്ടില്ല. ഒന്നും രണ്ടുമല്ല, 33 കോടി രൂപയാണ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ KSDPക്ക് മരുന്ന് നൽകിയതിന്റെ പേരിൽ കൊടുക്കാനുള്ളത്. അതെത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ ഈ പൊതുമേഖലാ സ്ഥാപനം അടച്ചുപൂട്ടലിന്റെ വക്കലേക്ക് നീങ്ങും. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ S. അജിത്തിനൊപ്പം അനഘ ഹർഷൻ, റിപ്പോർട്ടർ.